നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി ഇന്ന് ജമ്മു കാശ്മീരിൽ. ലക്ഷ്യം വികസനം. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജമ്മു കാശ്മീരിലെത്തും. ജമ്മു കാശ്മീരിലെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനായാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ജമ്മുവിൽ 1500 കോടിയുടെ വികസന പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. നാളെ ശ്രീനഗറിൽ നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിലെ ചടങ്ങിലും മോദി പങ്കെടുക്കും. കാശ്മീരിലെ വിവിധയിടങ്ങളിലായി നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനം. എംബസി വഴി $40,000 കൈമാറാൻ അനുമതി നൽകി കേന്ദ്ര സർക്കാർ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള പ്രാരംഭ ചർച്ചകൾക്ക് ഇന്ത്യൻ എംബസി വഴി പണം കൈമാറാൻ കേന്ദ്ര സർക്കാർ അനുമതി. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയാണ് പണം കൈമാറാൻ അനുമതി തേടി കേന്ദ്രത്തെ സമീപിച്ചിരിക്കുന്നത്. പ്രാരംഭ ചർച്ചകൾ തുടങ്ങണമെങ്കിൽ $40,000 ആദ്യം കൈമാറണമെന്നും അത് എംബസി വഴി ലഭിക്കാൻ അനുമതി നൽകണമെന്നുമായിരുന്നു പ്രേമകുമാരി ആവശ്യപ്പെട്ടത്. മോചനത്തിന് വേണ്ടിയുള്ള പ്രാരംഭ ചർച്ചകൾക്കായുള്ള പണം കൈമാറ്റത്തിനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. എംബസിയുടെ അക്കൗണ്ടിൽ പണം ലഭിച്ചു കഴിഞ്ഞാൽ അത് യമൻ തലസ്ഥാനമായ സനയിൽ അവർ നിർദ്ദേശിക്കുന്നവർക്ക് പണം കൈമാറാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് അപകടം. മത്സ്യത്തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. 5 തെങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ 1:30-യോടെയാണ് സംഭവം. വള്ളത്തിലുണ്ടായിരുന്ന 3 പേർ നീന്തി രക്ഷപ്പെട്ടു. ചിന്തതീര എന്ന വള്ളമാണ് മറിഞ്ഞത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കുവൈറ്റ് ദുരന്തം. ഇന്ത്യക്കാർ ഉൾപ്പെടെ 8 പേർ പിടിയിൽ. കുവൈറ്റിലെ മംഗഫിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 8 പേർ കസ്റ്റഡിയിലായതായി റിപ്പോർട്ട്. ഒരു കുവൈത്തി പൗരനും 4 ഈജിപ്തുകാരും 3 ഇന്ത്യക്കാരും കസ്റ്റഡിയിലുണ്ടെന്നാണ് റിപ്പോർട്ട്. കോടതി നിർദ്ദേശപ്രകാരമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഇവരുടെ മേൽ നരഹത്യ, ഗുരുതരമായ അശ്രദ്ധ എന്നീ കുറ്റങ്ങൾ കോടതി ചുമത്തി. പിടികൂടിയവരെ 2 ആഴ്ചത്തേക്ക് കസ്റ്റഡിയിൽ വെക്കാനാണ് കോടതി നിർദ്ദേശം. ഗാർഡ് റൂമിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് കുവൈറ്റ് ഫയർഫോഴ്സ് നേരത്തെ കണ്ടെത്തിയിരുന്നു. നിയമം ലംഘിച്ചിട്ടുള്ള കെട്ടിടങ്ങൾക്കെതിരെയുള്ള നടപടി കർശനമായി നീങ്ങുകയാണ് സർക്കാർ. കെട്ടിടങ്ങളിലെ നിയമലംഘനം കണ്ടെത്തി നടപടിയെടുക്കാൻ ആഭ്യന്തരമന്ത്രി നേരിട്ടാണ് വിലയിരുത്തുന്നത്. പോലീസ് ജീപ്പ് കടയിലേക്ക് ഇടിച്ചു കയറി. SIക്ക് പരിക്ക്. പാലക്കാട് നായാടിപ്പാറയ്ക്ക് സമീപം പോലീസ് ജീപ്പ് നിയന്ത്രണം വിട്ട കടയിലേക്ക് ഇടിച്ചു കയറി അപകടം. ശ്രീകൃഷ്ണപുരം സ്റ്റേഷനിലെ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ജീപ്പിലുണ്ടായിരുന്ന ശ്രീകൃഷ്ണപുരം സ്റ്റേഷനിലെ SI ശിവദാസൻ, CPO ഷമീർ എന്നിവർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി നാട്ടുകല്ലിൽ നിന്ന് ശ്രീകൃഷ്ണപുരത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ജീപ്പിന്റെ മുൻഭാഗത്ത് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. റോഡിൽ മരക്കൊമ്പ് കണ്ട് ജീപ്പ് വെട്ടിച്ചപ്പോഴാണ് അപകടം സംഭവിച്ചത്.